ഫോട്ടോഗ്രാഫിയെ പ്രണയിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ലൈറ്റ് ആൻഡ് ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഫോട്ടോഗ്രാഫി മേഖലയിൽ നമ്മൾ ഒരുപാട് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി എന്ന സാങ്കേതിക വിദ്യയിൽ തന്നെ നമ്മൾ ഒരുപാട് കേൾക്കുന്ന വാക്കാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് അഥവാ DOF. എന്താണ് ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഫോട്ടോഗ്രാഫിയിൽ ഡെപ്ത് ഓഫ് ഫീൽഡ്, ആ ഡെപ്ത് ഓഫ് ഫീൽഡിൻ്റെ ആവശ്യകത എന്താണ് നമ്മളുടെ ഫോട്ടോഗ്രാഫിയിൽ വരുന്നത്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ ഉള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്യാമറയിൽ ഇൻബിൽറ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മോഡോ അല്ലെങ്കിൽ ലെൻസിൽ ഓൾറെഡി അതിൻ്റെ നിർമ്മാതാക്കൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഫെസിലിറ്റി ഒന്നുമല്ല. ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ക്യാമറയും ലെൻസും കൂടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന അപ്പർച്ചർ വാല്യൂവിൻ്റെയും ഫോക്കൽ ലെങ്ത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഒരു ഫാക്ടറാണ് അല്ലെങ്കിൽ ഒരു ഘടകമാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫിയിൽ ഡെപ്ത് ഓഫ് ഫീൽഡിനെ പ്രധാനമായും 3 കാര്യങ്ങളാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതിലാദ്യത്തേത് ഫോക്കൽ ലെങ്ത് ആണ്, രണ്ടാമത്തേത് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസിൻ്റെ അപ്പർച്ചർ വാല്യൂ, മൂന്നാമതായിട്ട് വരുന്നത് ഡിസ്റ്റൻസ്, അതായത് നമ്മളെ ക്യാമറയിൽ നിന്നും നമ്മൾ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്യാമറ ആൻഡ് ദ ഒബ്ജക്റ്റ്. ഈ 3 കാര്യങ്ങളാണ് ഡെപ്ത് ഓഫ് ഫീൽഡിനെ ആശ്രയിച്ചിരിക്കുന്നത്. ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒബ്ജക്റ്റും അതിന് ചുറ്റും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് വരുന്ന ഒരു ഫീൽഡും ഷാർപ്നെസ്സിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഷാർപ്നെസ് ഇല്ലാതെ ആവുന്നതും ഷാർപ്നെസ്സിലേക്ക് വരുന്നതിനെയാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ഫോക്കസ് ഏരിയയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭാഗവും എൻറ്റയർ ഫ്രെയിം ഫോക്കസിലേക്ക് വരിക അല്ലെങ്കിൽ എൻറ്റയർ ഫ്രെയിം ഷാർപ്പിലേക്ക് വരിക, അതല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് മാത്രം ഷാർപ്പാവുകയും ബാക്ക്ഗ്രൗണ്ട് ബ്ലേഡ് ആവുകയും ചെയ്യുക. ഈ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഫോട്ടോഗ്രാഫിയിൽ 2 തരം ഡെപ്ത് ഓഫ് ഫീൽഡാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് അഥവാ കുറഞ്ഞ ഡെപ്ത് ഓഫ് ഫീൽഡ്, രണ്ടാമത്തേതായിട്ട് ഗ്രേറ്റർ ഡെപ്ത് ഓഫ് ഫീൽഡ് അഥവാ ഡീപ്പർ ഡെപ്ത് ഓഫ് ഫീൽഡ്. എന്താണ് ഒരു ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് അല്ലെങ്കിൽ എന്താണ് ഒരു ഗ്രേറ്റർ ഡെപ്ത് ഓഫ് ഫീൽഡ്? എന്താണ് ഒരു ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ചെയ്യുന്ന ഒബ്ജക്റ്റും അതിനോടനുബന്ധിച്ച് വരുന്ന ഫോക്കൽ ലെങ്ത്തിലുള്ള ഏരിയയും മാത്രം ഷാർപ്പാവുകയും ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലേഡ് ആവുകയും ചെയ്യും, അതായത് ഔട്ട് ഓഫ് ഫോക്കസിലേക്കും പോവുകയും ചെയ്യും. അതിനെയാണ് ഒരു ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത്. അടുത്തായി എന്താണ് ഒരു ഗ്രേറ്റർ ഡെപ്ത് ഓഫ് ഫീൽഡ്? നമ്മൾ എടുക്കുന്ന ഒരു ചിത്രത്തിലെ എൻറ്റയർ ഫീൽഡ് ഷാർപ്നെസ് ആണെങ്കിൽ, അഥവാ നമ്മൾ എടുക്കുന്ന ഒരു പിക്ചറിലെ മുഴുവൻ ഭാഗവും അത് ഷാർപ്നെസ്സിലേക്ക് അല്ലെങ്കിൽ ഫോക്കസിലേക്ക് വരികയാണെങ്കിൽ അതിന് നമുക്കൊരു ഗ്രേറ്റർ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയാം. നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറയുടെ ഡെപ്ത് ഓഫ് ഫീൽഡ് എങ്ങനെയാണ് നമുക്ക് കണക്കാക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഒരു പിക്ചർ എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഡെപ്ത് ഓഫ് ഫീൽഡ് എങ്ങനെയാണ് അറിയാൻ കഴിയുക? ഉദാഹരണത്തിന് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന Canon 5D Mark IV എന്ന ക്യാമറയുടെ ഡെപ്ത് ഓഫ് ഫീൽഡ് പ്രിവ്യൂ നമുക്ക് ഒരു പിക്ചർ എടുക്കുന്നതിന് മുന്നേ തന്നെ കാണാൻ പറ്റും. അതിനുവേണ്ടി ഈ ക്യാമറയിൽ താഴെയായി ക്രമീകരിച്ചിരിക്കുന്ന ഈ ബട്ടണാണ് DOF പ്രിവ്യൂ ബട്ടൺ. അതായത് നമുക്ക് ആ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിന് ലഭിക്കുന്ന ഡെപ്ത് ഓഫ് ഫീൽഡ് നമുക്ക് ഈ DOF ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി നമുക്കൊരു ക്യാമറയിൽ എങ്ങനെയാണ് ഒരു DOF അഥവാ ഡെപ്ത് ഓഫ് ഫീൽഡ് ക്രമീകരിക്കുക എന്ന് നോക്കാം. അതിനാദ്യമായി നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസിനെ ആശ്രയിച്ചിരിക്കും, അഥവാ ആ ലെൻസിൻ്റെ അപ്പർച്ചർ വാല്യൂവിനെ ആശ്രയിച്ചിരിക്കും. ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് Canonൻ്റെ 5D Mark IV എന്ന ക്യാമറയും വൺ ഓഫ് ദ ബെസ്റ്റ് ലെൻസായ പോർട്രേറ്റ് ലെൻസായ Canonൻ്റെ തന്നെ 85mm അപ്പർച്ചർ വാല്യൂ 1.8 ആയ ലെൻസും കൂടിയാണ്. ആദ്യമായി നമുക്ക് ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡുള്ള ഒരു പിക്ചറിന് വേണ്ടി എങ്ങനെ സെറ്റ് ചെയ്യാം, ക്യാമറയോ ലെൻസോ എങ്ങനെ സെറ്റ് ചെയ്യാം? അതിനാദ്യമായി നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസിൻ്റെ ഏറ്റവും കൂടിയ അപ്പർച്ചർ വാല്യൂയിലുള്ള പിക്ചറിനായിരിക്കും ഏറ്റവും ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് ലഭിക്കുന്നത്. അതായത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന Canonൻ്റെ 85mm പ്രൈം ലെൻസിലെ ഏറ്റവും കൂടിയ അപ്പർച്ചർ വാല്യൂ എന്ന് പറയുന്നത് 1.8 ആണ്. അപ്പോൾ ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡിന് ഏറ്റവും കൂടുതൽ കിട്ടുക 1.8 എന്ന് പറയുന്ന അപ്പർച്ചർ വാല്യൂവിലായിരിക്കും ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് കിട്ടുക. ഇനി നമുക്ക് ഈ ലെൻസിൻ്റെ തന്നെ ഏറ്റവും കൂടിയ ഗ്രേറ്റർ ഡെപ്ത് ഓഫ് ഫീൽഡ് എങ്ങനെ കിട്ടും നോക്കാം. അതിനായി ചെയ്യേണ്ടത് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ അപ്പർച്ചർ വാല്യൂ, അതായത് F10 മുകളിലോ അല്ലെങ്കിൽ F16 മുകളിലോ ഏറ്റവും കുറഞ്ഞ ഒരു അപ്പർച്ചർ വാല്യൂ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ എപ്പോഴാണ് ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് യൂസ് ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴാണ് ഒരു ഗ്രേറ്റർ ഡെപ്ത് ഓഫ് ഫീൽഡ് യൂസ് ചെയ്യേണ്ടത്? നമ്മളെ പർപ്പസിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഏത് തരത്തിലുള്ള ഫോട്ടോയാണോ, പോർട്രേറ്റ് ആണോ, ലാൻഡ്സ്കേപ്പ് ആണോ, അല്ലെങ്കിൽ വെഡ്ഡിങ് ആണോ എന്നീ പർപ്പസുകൾക്കനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ പോകുന്ന ഫ്രെയിമിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡ്, അതായത് ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് ആണോ ഗ്രേറ്റർ ഡെപ്ത് ഓഫ് ഫീൽഡ് ആണോ എന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ എടുക്കാൻ പോകുന്ന ഫോട്ടോയെ ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്രെയിമിനെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണത്തിന് ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡിൻ്റെ ഏറ്റവും വലിയ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യൂവേഴ്സ് എന്ന നിലയ്ക്ക് ഫോക്കസ് ആവുന്ന ഒബ്ജക്റ്റാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്.
അതിലേക്കാണ് വ്യൂവേഴ്സിൻ്റെ അറ്റൻഷൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് ഒരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിലാണ്. ഒരു ഗ്രേറ്റർ ഡെപ്ത് ഓഫ് ഫീൽഡിൻ്റെ ഏറ്റവും കൂടുതലുള്ള ആവശ്യകത വരുന്നത് അത് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിലാണ്. കാരണം നമ്മളെടുക്കുന്ന ഏതൊരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോ ആയാലും എൻ്റയർ ഏരിയ നമുക്കൊരു ഷാർപ്നെസ്സിലേക്ക് വരണം, അല്ലെങ്കിൽ എൻ്റയർ ഏരിയ നമുക്കൊരു ഫോക്കസ് പോയിന്റിലേക്ക് വരണം. അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ ഡെപ്ത് ഓഫ് ഫീൽഡിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ വരുന്നതും ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിലാണ്. ഞാനിവിടെ കാണിക്കുന്ന ഏത് ചിത്രങ്ങളെയാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുക? ആദ്യമായി കാണിക്കുന്ന ഈ ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡിലുള്ള ചിത്രമാണോ, അതോ സെയിം ഫ്രെയിമിൽ ചെയ്തിട്ടുള്ള ഗ്രേറ്റർ ഡെപ്ത് ഓഫ് ഫീൽഡിലുള്ള ചിത്രമാണോ? തീർച്ചയായും നിങ്ങൾ തിരഞ്ഞെടുക്കുക അതൊരു ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡിലുള്ള ചിത്രമായിരിക്കും. ഫോട്ടോഗ്രാഫിയെ പ്രണയിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഡെപ്ത് ഓഫ് ഫീൽഡിനെ കുറിച്ചുള്ള ഈ ഒരു ചെറു വിവരണം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ലൈറ്റ് ആൻഡ് ലൈഫ് ഉടൻ വരുന്നതായിരിക്കും.